പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് വലതുകൈ നഷ്ടമായ 9 വയസ്സുകാരി വിനോദിനി നീണ്ട 5 മാസത്തിനു ശേഷം സ്കൂളിൽ തിരിച്ചെത്തി. കല്ലശാല GUP സ്കൂളിലെ സഹപാഠികളും അധ്യാപകരും ചേർന്ന് ആവേശകരമായ സ്വീകരണമാണ് വിനോദിനിക്ക് നൽകിയത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിന്റെ ഇടപെടലിലൂടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഘടിപ്പിച്ച അത്യാധുനിക കൃത്രിമ കൈയുമായാണ് വിനോദിനി പഠനത്തിലേക്ക് തിരികെ എത്തിയത്. K. ബാബു MLA അടക്കമുള്ള ജനപ്രതിനിധികൾ സ്കൂളിലെത്തി കുട്ടിയെ അഭിനന്ദിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ വീണ് കൈയൊടിഞ്ഞ വിനോദിനിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. എന്നാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം കൈയിലെ മുറിവ് ശ്രദ്ധിക്കാതെ പ്ലാസ്റ്റർ ഇട്ടത് ഗുരുതരമായ അണുബാധയ്ക്ക് കാരണമായി. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് കുട്ടിയുടെ വലതുകൈ മുറിച്ചു മാറ്റേണ്ടി വന്നു. ഈ സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സർക്കാർ നൽകിയ 2 ലക്ഷം രൂപ അത്യാധുനിക കൃത്രിമ കൈ ഘടിപ്പിക്കുവാൻ തികയില്ലെന്ന് കണ്ടതോടെയാണ് VD സതീശൻ സഹായവുമായി രംഗത്തെത്തിയത്. 7 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന കൃത്രിമ കൈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് വിജയകരമായി ഘടിപ്പിക്കുകയായിരുന്നു. തന്റെ കുറവുകളെ മറന്ന് പഴയ ഊർജത്തോടെ സ്കൂളിലെത്തിയ വിനോദിനി നാടിനാകെ മാതൃകയാവുകയാണ്. സംഭവത്തിൽ കുറ്റക്കാരായ 2 ഡോക്ടർമാരെ ആരോഗ്യവകുപ്പ് നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു.